നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അടുത്ത ദിവസങ്ങളിലായി വലിയ വിവാദമുണ്ടാക്കിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയാണ് ഈ അഖിൽ മാരാരും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ. സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം വിഷയങ്ങൾ വാർത്ത എങ്ങനെ ചെയ്യാറില്ല. കാരണം സിനിമയല്ല നമ്മുടെ ഫോക്കസ്, നമ്മൾ രാഷ്ട്രീയം വാർത്ത ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ചാനൽ കൂടുതലും വരുന്നത് രാഷ്ട്രീയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ മറ്റു വാർത്തകളിലേക്ക് നമ്മൾ സിനിമാ വാർത്തകൾ കൂടുതൽ ചെയ്യാറില്ല. എന്തെങ്കിലും അത്രയ്ക്ക് അധികം പ്രാധാന്യമുള്ള വിഷയങ്ങൾ വരുമ്പോൾ മാത്രമേ സിനിമാ വാർത്തകൾ നമ്മൾ ചെയ്യാറുള്ളൂ. ഈ വിഷയത്തിന്റെ വ്യാപ്തി ഏതാണ്ട് ഇപ്പോൾ അടിക്കടി വർദ്ധിച്ചു കൊണ്ടുവരികയാണ്. അഖിൽ മാരാർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഷോയിൽ ചിലപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്ന വിഷയമാണെന്നാണ് അഖിൽ മാരാരുടെ വീഡിയോ ശ്രദ്ധിച്ച ഒരാൾ എന്ന രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അഖിൽ മാരാരുടെ വീഡിയോ ശ്രദ്ധിക്കാൻ ഒരു കാരണമുണ്ട്. സാധാരണഗതിയിൽ ഈ ബിഗ് ബോസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗെയിം ഷോകളും സീരിയലുകളും ഒന്നും നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമല്ല. സാധാരണത്തിൽ അങ്ങനത്തെ സീരിയലുകളോ അല്ലെങ്കിൽ ഒന്നും കാണാറില്ലാത്ത ഒരാൾ കൂടിയാണ് ഞാൻ. രാഷ്ട്രീയമാണ് കൂടുതലായി ശ്രദ്ധിക്കുന്നത്. എൻ്റെ ഒരു മേഖലയും ഏതാണ്ട് അതുമായി ബന്ധപ്പെട്ട ജേർണലിസവുമായി ബന്ധപ്പെട്ട് ഒരു ജേർണലിസ്റ്റ് തന്നെയാണ്. സാധാരണഗതിയിൽ ഈ മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഓൺലൈൻ മാധ്യമങ്ങളുടെ കാറ്റഗറിയിൽ പെടുത്തുന്നത് പലപ്പോഴും സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ അത്തരത്തിലൊരു പ്രൊമോഷനും ചെയ്യാതെ ഒരു മാധ്യമം എന്ന രീതിയിൽ തന്നെ, അതായത് ഒരു മുഖ്യധാരാ മാധ്യമം എന്ന രീതിയിൽ പ്രവർത്തിച്ച് മുഖ്യധാരാ മാധ്യമത്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു കൂട്ടമാണ് ഞങ്ങളുടെ സ്ഥാപനം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്തരം വിഷയങ്ങൾ കൂടുതലായി ഈ വിവാദമുണ്ടാക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ ഇങ്ങനെ വിവാദമുണ്ടാക്കാൻ വേണ്ടി വിവാദമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ വാർത്തകൾ ചെയ്യാറുമില്ല. പക്ഷേ അഖിൽ മാരാരെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, അഖിൽ മാരാരുടെ നമ്മൾ സാധാരണ ബിഗ് ബോസ് ഷോ ഞാൻ കണ്ടിട്ടേ ഉള്ള ആളല്ല. പക്ഷെ അഖിൽ മാരാരെ ശ്രദ്ധിച്ചത് ചില വീഡിയോ ക്ലിപ്പുകൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ അഖിൽ മാരാരെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ അഖിൽ മാരാരും അഖിൽ മാരാരുടെ കുട്ടികളുമായിട്ടുള്ള ഒരു എപ്പിസോഡ്, ആ എപ്പിസോഡ് കണ്ടപ്പോൾ മുതലാണ് അഖിൽ മാരാരുടെ ഒരു വിഷൻ അല്ലെങ്കിൽ അഖിൽ മാരാരുമായി ബന്ധപ്പെട്ട ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട വിഷനും അഖിൽ മാരാരുടെ കുട്ടികളുമായുള്ള ആ അറ്റാച്ച്മെന്റും ഒക്കെ കണ്ടപ്പോൾ മുതലാണ് അഖിൽ മാരാരെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് അഖിൽ മാരാരെ എനിക്കറിയാം. കാരണം ദിലീപുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അതുപോലെ തന്നെ ലക്ഷദ്വീപ് വിഷയത്തിലൊക്കെ അഖിൽ നടത്തിയ ചില കാര്യങ്ങളൊക്കെ ഒരു വാർത്ത, അതിൽ ഒരു മാധ്യമ പ്രവർത്തകനുമായി ബന്ധപ്പെട്ട ഒരു ട്രോളുകളും ഒക്കെ വന്നിരുന്നു. അങ്ങനെയൊക്കെ അഖിൽ മാരാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനുശേഷം അഖിൽ മാരാരെ യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്, കൃത്യമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ബിഗ് ബോസിലെ ആ ഒരു സെഗ്മെന്റ്, ആ ഭാഗം കണ്ടതിന് ശേഷമാണ്. അതിനുശേഷം അഖിൽ മാരാരുടെ ഇന്റർവ്യൂ, അഖിൽ മാരാർ പുറത്തു വന്ന ശേഷം നടത്തിയ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ, അദ്ദേഹത്തിന്റെ വിഷൻ, അദ്ദേഹത്തിന്റെ തോട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു ആളെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അഖിൽ മാരാരെ ഒരു പക്ഷേ റോബിൻ രാധാകൃഷ്ണനൊക്കെ വന്ന് ബഹളം വെക്കുകയോ അലറി വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ആ അഖിൽ മാരാരോട് തോന്നുന്ന അല്ലെങ്കിൽ അഖിൽ മാരാർ എന്ന വ്യക്തിയോട് തോന്നുന്ന ഒരു ഇഷ്ടം നമുക്ക് തോന്നില്ല. കാരണം വെറും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി, അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തോന്നിയിട്ടില്ല. എല്ലാവരും പറയുന്നത് ബിഗ് ബോസിൽ ഭയങ്കര കളിയാണ് നടക്കുന്നത്, അവിടെ ജാസ്മിൻ കളിക്കുന്നു, മറ്റവർ കളിക്കുന്നു എന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ ഈ വീഡിയോ കാണുമ്പോഴൊന്നും എന്താണ് അവിടുത്തെ ഗെയിം എന്നോ അവിടെ ഇത് ഗെയിം ഷോ ആണോ എന്താണ് ചെയ്യുന്നതെന്നോ ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയാണുള്ളത്. കാരണം എപ്പോ നോക്കിയാലും അലറി വിളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാത്രമേ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഏത് വീഡിയോ കണ്ടാലും, സത്യം പറഞ്ഞാൽ ജാസ്മിന്റെ വീഡിയോകൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ പ്രൊമോട്ടഡായി വരും. അപ്പോൾ ഈ പ്രൊമോട്ടഡായി വരുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ ഈ അലറിലും വിളിയും ബഹളവും ഒക്കെ കേട്ട് നമ്മൾ ഇത് കാണാതിരിക്കുന്ന ഒരു പതിവാണുള്ളത്. ഏതായാലും കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അഖിൽ മാരാരെ നിരന്തരമായി, അഖിൽ മാരാരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നതാണെങ്കിലും അഖിൽ മാരാർ ഒരു സാമൂഹ്യ വിഷയത്തിൽ സംസാരിക്കുന്നതാണെങ്കിലും ഒക്കെ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ്. ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കുറവുമുള്ളതായിട്ട് മാധ്യമപ്രവർത്തകരായ ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. ഏതായാലും അഖിൽ മാരാർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇത്തരം ഗെയിം ഷോകളിൽ, പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള ചില പ്രവണതകൾ നടക്കുന്നുണ്ട് എന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. ആ ഗുരുതരമായ കാര്യം പറഞ്ഞപ്പോൾ മുതൽ അഖിൽ മാരാരെ കോർണർ ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ രംഗത്ത് വന്നു കഴിഞ്ഞു. അഖിൽ മാരാരെ കോർണർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു, അഖിൽ മാരാർ അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഏതാണ്ട് 5ാമത്തെ സീസണിലാണ് അഖിൽ മാരാർ വിന്നർ ആകുന്നത്. ഈ 5 സീസണിലെ ഒരു മത്സരാർത്ഥിക്കും കിട്ടാത്ത ഒരു അറ്റൻഷനും ഒരു വലിയ രീതിയിലുള്ള പിന്തുണയും അഖിൽ മാരാർക്ക് ലഭിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കണ്ടസ്റ്റന്റുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിജയികളെ ചില ആൾക്കാരൊക്കെ വന്നിരുന്നു പറയും, സാബുമോൻ ഉഗ്രൻ വിജയിയാണ്, സാബുമോനാണ് വിജയി, മറ്റാരും വിജയികളല്ല, ഞങ്ങളുടെ സീസൺ ആയിരുന്നു ബെറ്റർ എന്നൊക്കെ പറഞ്ഞ് പലരും പല അവകാശവാദങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഖിൽ മാരാരോളം പ്രശസ്തിയും അഖിൽ മാരാരോളം ജനപിന്തുണയും കിട്ടിയ മറ്റൊരു കണ്ടസ്റ്റന്റ് ഇതുവരെ ബിഗ് ബോസിൽ ഉണ്ടായിട്ടില്ല.
അത് മാത്രമല്ല, പലപ്പോഴും നമുക്കറിയാം ഈ സിനിമാ താരങ്ങളും മറ്റുള്ളവരുമൊക്കെ ഞങ്ങൾ രാഷ്ട്രീയം ശ്രദ്ധിക്കാറില്ല എന്ന് പറയുന്നത് വളരെ ക്രെഡിറ്റായി കാണുന്നവരാണ്. അതായത് നമ്മുടെ സ്പന്ദനം തന്നെ, ജനങ്ങളുടെ സ്പന്ദനവും മനുഷ്യന്റെ സ്പന്ദനവും രാഷ്ട്രീയക്കാരും ഇവിടുത്തെ അഴിമതിയും ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയവും ഒന്നും ശ്രദ്ധിക്കാതിരിക്കുന്നവരാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തനായി തനിക്ക് കൃത്യമായ അഭിപ്രായമുണ്ടെന്നും ഓരോ വിഷയത്തിലും അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അഖിൽ മാരാർ. അതുകൊണ്ട് തന്നെ അഖിൽ മാരാർ ഈ സംസാരിച്ച വിഷയം എല്ലാ ആൾക്കാരും ഏറ്റെടുത്തു. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, അതിൽ ഏറ്റവും കൂടുതൽ വിമർശനവുമായി ബിഗ് ബോസിലെ പലരും, അതായത് കപ്പ് കിട്ടാത്തവരും കപ്പ് കിട്ടിയവരും അതിൽ വിഷമമുള്ളവരും അഖിൽ മാരാറുടെ ജനസമ്മതി കണ്ട് വിറളി പൂണ്ടവരും ഒക്കെ വാദിക്കുന്നത്, അഖിൽ മാരാർ ഈ പ്രസ്താവന നടത്തിയത് അഖിൽ മാരാർക്ക് ഏതാണ്ട് ഗുണമുണ്ടാക്കാനാണ്, അല്ലെങ്കിൽ അഖിൽ മാരാർ ജനങ്ങളുടെ ഇടയിൽ പ്രശസ്തരാകാനാണ് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അഖിൽ മാരാർ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. സിനിമയെ സംബന്ധിച്ച് വളരെ മോശമായ അഭിപ്രായങ്ങൾ ഇപ്പോൾ പലരും പറയുന്നുണ്ട്. അഖിൽ മാരാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അഖിൽ മാരാർ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അഖിൽ മാരാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അഖിൽ മാരാർ ഷൂട്ട് ചെയ്ത ആ സിനിമയുടെ പകുതി ഭാഗങ്ങൾ പോവുകയും നഷ്ടപ്പെട്ടു പോവുകയും അതിനുശേഷം റീഷൂട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ഉള്ള ഭാഗങ്ങൾ വെച്ച് താൻ സിനിമ ചെയ്യുകയുമായിരുന്നു എന്ന് അഖിൽ മാരാർ പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും അഖിൽ മാരാരുടെ ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ കാണുന്നുണ്ട്. ഇനി സാധാരണക്കാരല്ല, മറ്റുള്ളവരും, അതായത് രാഷ്ട്രീയം മാത്രം ശ്രദ്ധിക്കുന്ന ഞങ്ങളെ പോലുള്ളവർ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഖിൽ മാരാരെ പോലുള്ളവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അഖിൽ മാരാരെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്കും കൂടി അറ്റൻഷൻ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അഖിൽ മാരാർ പറഞ്ഞൊരു വിഷയത്തെ അവിടെ നിന്ന് അഖിൽ മാരാർക്കെതിരെയുള്ള ആയുധമായി ഉപയോഗിക്കാൻ കഴിഞ്ഞ എല്ലാ മത്സരാർത്ഥികളും ശ്രമിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനൊരു വളം വെച്ച് കൊടുത്തത് കേരളത്തിലെ ഈ സിനിമാക്കാർ മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്ന കുറച്ച് എന്റർടൈൻമെന്റ് മാത്രം വശമായിട്ടുള്ള, അല്ലെങ്കിൽ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം നടത്തുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ നമ്മളെ പോലുള്ളവർക്കടക്കം വലിയ ഭീഷണിയാണ്. കാരണം നമ്മൾ ഓൺലൈനാണ് എന്ന് പറഞ്ഞ് മറ്റൊരാളെ വിളിക്കുമ്പോൾ, ഒരു വാർത്തയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ അവർ മറ്റുള്ളവരുടെ കാറ്റഗറിയിലാണ് നമ്മളെയും കാണുന്നത്. യഥാർത്ഥത്തിൽ യഥാർത്ഥ വിഷയങ്ങൾ സംസാരിക്കാത്ത, അല്ലെങ്കിൽ അത് വിവാദം മാത്രം ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് പണം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലേക്ക് ഈ ഇത്തരത്തിലുള്ള സിനിമാക്കാർ പോകുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും സിനിമയുടെ പ്രൊമോഷനും ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് വലിച്ചഴിക്കപ്പെടുന്നത്. ഇനി അഖിൽ മാരാറിലേക്ക് വന്നാൽ, അഖിൽ മാരാർ നടത്തിയ പ്രസ്താവന എന്താണ്? ഇപ്പോ സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അഖിൽ മാരാർ നടത്തിയത്. അത്തരത്തിലുള്ള അനുഭവങ്ങളുള്ള ചിലരെ തനിക്ക് പരിചയമുണ്ട്, അവർ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അഖിൽ മാരാർ പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയണം, ആരാണ് ഇര എന്ന് പറയണം, അല്ലെങ്കിൽ ഇര പുറത്തു വന്ന് പറയട്ടെ എന്നൊക്കെ പറയുന്നത് ഇരട്ടത്താപ്പ് മാത്രമാണ്. ഞാൻ അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഇരകളുടെ പേര് പറയാം, നിങ്ങൾക്ക് കൊടുക്കാൻ ധൈര്യമുണ്ടോ എന്ന്. യഥാർത്ഥത്തിൽ ഇരകളുടെ പേര് വെളിപ്പെടുത്താനേ കഴിയില്ല. ഇനി അവർ വേട്ടക്കാരാണെങ്കിൽ തന്നെ, ഇനി അവിടുത്തെ വേട്ടക്കാർ, അതായത് ഏഷ്യാനെറ്റിലെ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഏഷ്യാനെറ്റുമായി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ എന്ന് ഇരിക്കട്ടെ, അവരുടെ പേരും വെളിപ്പെടുത്താൻ അഖിൽ മാരാരോട് പറയുന്നു അങ്ങനെ വെളിപ്പെടുത്തുമെന്ന്. അവർക്കെതിരെ കേസൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നു. നമുക്ക് പറയാം അങ്ങനത്തെ ചില സംഭവങ്ങൾ. നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ഫീൽഡിൽ, കേരളത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിൽ ചിലർക്ക് അതിൽ പ്രശ്നമുണ്ടാകില്ല, ചിലർക്ക് അതിൽ പ്രശ്നമുണ്ടാകും. അപ്പോ ഈ പ്രശ്നമുണ്ടാകുമ്പോൾ ഞാൻ പറയാം, പത്രപ്രവർത്തകരായി ജോലി ചെയ്തിട്ടുള്ള ഞാൻ അടക്കമുള്ളവർക്ക് പലപ്പോഴും പല രീതിയിലും രാത്രികളിൽ മെസ്സേജുകളും പല കാര്യങ്ങളും പലതും മറ്റ് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ നമ്മുടെ ആ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നവരും ഒക്കെ മെസ്സേജ് അടക്കം അയക്കാറുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അവിടെ പറഞ്ഞു നിർത്തും. പക്ഷെ അത് അല്ലെങ്കിൽ കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇത് നമുക്ക് വേണ്ടാത്ത വഴിയിൽ വേണ്ട എന്ന് തീരുമാനിക്കും. അങ്ങനെ ഒരു നീക്കമുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കും. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകണ്ട എന്ന് തീരുമാനിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെ ഒരു പ്രശ്നമുള്ളപ്പോൾ ഞാനല്ല അത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എല്ലാവരും കൂടി ചാടി ഇറങ്ങി വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയാനുള്ളത്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമായി വന്നത് ശോഭാ വിശ്വനാഥാണ്. ഈ ശോഭാ വിശ്വനാഥ് ഒക്കെ ആരുടെയോ കണ്ണികളായി നിന്ന് കളിക്കുന്നതാണ് എന്ന് അഖിൽ മാരാരും പറയുന്നു. ഏതായാലും ഒരു കാര്യം സത്യമാണ്, ഏതെങ്കിലും ഒരു വിഷയം ഉണ്ട് എന്ന് അഖിൽ മാരാർ പറഞ്ഞതുകൊണ്ട് എല്ലാവരും ഇറങ്ങി നിന്ന് അപ്സരയുടെ ഭർത്താവ് ആൽബി അത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നുണ്ട്. അതായത് അഖിൽ മാരാറുടെ കുട്ടികളും ഭാര്യയും എന്ന് പേരെടുത്ത് പറയുന്നില്ല. ഞാൻ ഇപ്പോൾ പറയുന്നു, സാധാരണഗതിയിൽ മറ്റു മാധ്യമങ്ങളാണെങ്കിൽ ഇപ്പോൾ അത് പറയും. അതായത് അഖിൽ മാരാരുടെ ഭാര്യയും കുട്ടികളെയും പറഞ്ഞിരുന്നത്, അത് പേരെടുത്തു പറയാതെ അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് വ്യംഗ്യ രൂപത്തിലാണ് ആൽബി ഫ്രാൻസിസ് ആ വിഷയം പറയുന്നത്. പക്ഷെ എങ്കിലും അത് കണക്ട് ചെയ്താൽ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്.
അത്തരത്തിൽ പോലും സംസാരിക്കുന്ന രീതിയിൽ ആർക്കെങ്കിലും അഖിൽ മാരാർ പറഞ്ഞത് അവിടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടസ്റ്റന്റുകൾ അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അഖിൽ മാരാർ വ്യക്തമാക്കിയിട്ടില്ല. അഖിൽ മാരാർ പറഞ്ഞത് ചിലപ്പോഴെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ്. 3 സ്ത്രീകൾ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് തങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അഖിൽ മാരാറെ ആക്രമിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നോക്കിയാൽ ജാൻമണി ദാസുമായി ബന്ധപ്പെട്ട് ജാൻമണി ദാസിനെ പറഞ്ഞത് അത് എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും ആണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അഖിലിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടും അഖിൽ നേടുന്ന പ്രശസ്തിയിൽ വിറളി പൂണ്ടിട്ടും തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അഖിൽ മാരാരെ നോക്കിയാൽ അഖിൽ മാരാരെ പോലെ അത്രയും തലപ്പൊക്കമുള്ള ഒരാൾ ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അഖിൽ മാരാർക്ക് സമൂഹത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള ആൾക്കാരുടെ വലിയ രീതിയിലുള്ള ജനസമ്മതി നേടിയെടുക്കാൻ സാധിച്ചത്. അത് അഖിൽ മാരാരുടെ കോൺഫിഡൻസ് കൊണ്ടും അഖിൽ മാരാരുടെ ആ പ്രസന്റേഷന്റെ ശൈലി കൊണ്ടും അയാളുടെ വ്യക്തമായ വാക്കുകൾ കൊണ്ടും തന്നെയാണ്. ഇപ്പോൾ ജാൻമണി ദാസിന്റെ കാര്യം പറഞ്ഞാൽ ജാൻമണി ദാസിനെ വെച്ചുകൊണ്ട് ജാൻമണി ദാസ് അവിടെ കാട്ടിക്കൂട്ടിയത് വെച്ചുകൊണ്ട് പറയുന്നത് വളരെ കൃത്യമായി തന്നെ അഖിൽ മാരാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ എല്ലാം പറഞ്ഞു എന്നാണ്. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനെതിരൊന്നുമല്ല, പക്ഷേ കഴിഞ്ഞ സീസണിലുമൊക്കെ അത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡർ ഷോയിലൊക്കെ വന്നിരുന്നു. പക്ഷേ ജാൻമണി ദാസ് അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാകുക, ബഹളം വെക്കുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ജാൻമണി ദാസിനെ മാത്രം പറഞ്ഞ ഒരു കാര്യം കൊണ്ട് ഞാൻ വലിയ സംഭവമാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ള സഹമത്സരാർത്ഥികളെ ഇകഴ്ത്താനുള്ള എന്ത് അവകാശമാണ് അവർക്കുള്ളത്? ട്രാൻസ്ജെൻഡർ എന്നത് ആരെയും എന്തും പറയാം, തിരിച്ചൊന്നും പറയരുത്, അല്ലെങ്കിൽ തിരിച്ച് അവരെ കുറിച്ചൊന്നും സംസാരിക്കരുതെന്നാണ്. ആ വിഷയമൊന്നും ഇപ്പോ ഈ രംഗത്തേ ഇല്ല. എല്ലാവരും വന്ന് ജാൻമണി ദാസിനെ പറഞ്ഞത് എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും ആണെന്ന് പറഞ്ഞുകൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും അടക്കമുള്ളവരെ ഈ അഖിൽ മാരാർക്കെതിരെ തിരിക്കുന്നു. അതായത് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, എല്ലാവരുടെയും ടാർഗറ്റ് അഖിൽ മാരാറാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യമില്ല. പല രീതിയിൽ, അതായത് അവിടുത്തെ ഈ എന്റർടൈൻമെന്റ് മീഡിയ ഒരു അഖിൽ മാരാർ ചീത്ത വിളിച്ച ഒരാളുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. ഒരുപക്ഷെ അഖിൽ മാരാർ ചീത്ത വിളിക്കുന്നതിന് മുമ്പ് ആ ഇന്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അയാൾ അർത്ഥ ശങ്കയ്ക്കിടയില്ലാത്ത വിധം അഖിൽ മാരാർ പറഞ്ഞത് എല്ലാവരും അവിടെ ചെന്ന് അവർ ബെഡ് ഷെയർ ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ധരിപ്പിച്ച് ചോദ്യം ചോദിക്കുക. ഇപ്പോൾ ഇന്നലെ കണ്ട് ശ്വേതാമേനോനോട് ചോദ്യം ചോദിക്കുന്നില്ല. ശ്വേതാമേനോൻ ഇതൊന്നും അറിഞ്ഞില്ല. ശ്വേതാമേനോൻ തന്നെ ചോദിക്കുന്നില്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആളല്ല. പ്രത്യേകിച്ച് ശ്വേതാമേനോനൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം സെലിബ്രിറ്റികളായി നിൽക്കുന്നവർക്ക് ആവശ്യമുള്ളവരെ അവർ ബിഗ് ബോസ് ഹൗസിലേക്ക് വിളിക്കും. മറ്റുള്ള അങ്ങോട്ട് ചെല്ലുന്നവരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരെയെങ്കിലും ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമം നടത്തിയത്. അതെല്ലാ ഇടത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് വരുന്ന സ്ത്രീകളെ അങ്ങോട്ട് സംവിധായകന്റെ അടുത്തേക്ക് ചെന്ന് അഭിപ്രായം ചോദിക്കുക, അല്ലെങ്കിൽ എനിക്കൊരു വേഷം തരുമോ എന്ന് ചോദിക്കുന്ന ചിലരെ ആയിരിക്കാം ഒരുപക്ഷെ അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നേരിട്ടിപ്പോ മഞ്ജു വാര്യരെ പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ഒരു കലാതിലകമായി നിന്നൊരാൾ, അല്ലെങ്കിൽ ആ ഫീൽഡിൽ പ്രതിഭ തെളിയിച്ച് നിൽക്കുന്ന നൃത്തരംഗത്ത് ഒരു പ്രതിഭ തെളിയിച്ച ഒരാൾ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇപ്പൊ നവ്യ നായരെ പോലെ അവരൊക്കെ അന്ന് തന്നെ, അതായത് പഠിക്കുന്ന കാലത്ത് തന്നെ അവർ വളരെ കൃത്യമായി തന്നെ അവരുടെ ഒരു ഫീൽഡിൽ അവർക്ക് കഴിയും എന്ന് തെളിയിച്ചവരാണ്. അത്തരത്തിലുള്ള ആൾക്കാരെ ആരും ചെന്നിട്ട് ഒരുപക്ഷെ അവരോട് ചോദിക്കില്ല തങ്ങളോടൊപ്പം ബെഡ് ഷെയർ ചെയ്യാൻ കഴിയുമോ എന്ന്. അല്ലാത്തവരോട് ഒരുപക്ഷെ ചോദിച്ചിരിക്കാം. ആ വിഷയങ്ങൾ ഇത്തരം വലിയൊരു ജനസമ്മതി കിട്ടുന്ന അല്ലെങ്കിൽ ഇത്രയും ജനപിന്തുണ കിട്ടുന്ന ഇത്തരം ഒരു ഷോയിൽ അത്തരക്കാരെ കൊണ്ടുവരുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥമായി കിട്ടേണ്ടവർക്ക് അത് നീതി കിട്ടില്ല എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അഖിൽ മാരാർ പറഞ്ഞതിനെ ഇത്രയധികം അഖിൽ മാരാറെ വേട്ടയാടേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. സത്യത്തിൽ ഞാൻ അഖിൽ മാരാറോടൊപ്പം തന്നെയാണ്. കാരണം അഖിൽ മാരാർ പറഞ്ഞത് ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. അത് ഒരു പക്ഷേ അത് ആരെയും, അത് എന്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൽബി വരുന്നു, ശോഭ വിശ്വനാഥ് വരുന്നു, അങ്ങനെ പലരും വരുന്നു. അതൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ ഉൾപ്പെടുന്നത് അടക്കമുള്ള മേഖലകളിൽ പലപ്പോഴും പലതരത്തിലുള്ള പ്രവണതകൾ, ഞങ്ങള് പത്രപ്രവർത്തന മേഖലയടക്കം പലതരത്തിലുള്ള പ്രവണതകൾ ഇത്തരത്തിൽ ഉണ്ടാകുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലൊരു വിഷയം വന്നാൽ ഞങ്ങളാരും ചാടി വന്ന് ഞങ്ങളെയല്ല എന്ന് പറയില്ല. കാരണം നമുക്കറിയാം നമ്മളല്ല എന്ന്. പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ ബോധിപ്പിക്കാനും മറ്റുള്ളവരോട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും ഒക്കെ നടക്കുന്നത്? ഇതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ അഖിൽ മാരാരുടെ ആ ഒരു, ഇന്ന് ആൽബി പറഞ്ഞിട്ട് ഞാൻ ടെലിവിഷൻ ഫ്രട്ടേണിറ്റിയിൽ ഇത്രയും വർഷം അംഗമായത്, ഒരുപക്ഷെ അപ്സരയുടെ വിവാഹത്തോടെയാണ് ആൽബി എന്ന് പറയുന്ന ഒരാളെ സാധാരണ പൊതുജനങ്ങൾ അറിയുന്നത്. നടിമാരെ കുറച്ചുകൂടി ജനങ്ങൾ അറിയും. അതും
അപ്സരയുടെയും ആൽബിയുടെയും ഒക്കെ വിവാഹം അന്ന് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് ആ വിവാഹത്തിലെ വിവാദങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഞാൻ അടക്കമുള്ളവർ ഈ ആൽബി ആരാണെന്നൊക്കെ കണ്ടു തുടങ്ങിയത് പോലും. അത്തരത്തിലുള്ള വാർത്തകളും അത്തരത്തിലുള്ള വീഡിയോ ക്ലിപ്പുകളും ഒക്കെ വരുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും മനുഷ്യരല്ലേ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുമോ അല്ലെങ്കിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന വാർത്തകൾ ശ്രദ്ധിക്കുകയും സോഷ്യൽ മീഡിയ നന്നായി നോക്കുകയും ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ അപ്പോഴാണ് ഈ ആൽബി ഫ്രാൻസിസിനെ നമ്മൾ അറിയുന്നത്. ഞാൻ 500 എപ്പിസോഡുള്ള സിനിമ ചെയ്തു, അത് ചെയ്തു, അഖിൽമാരാരെ ആരും അറിയില്ല, ഒരു താത്വിക അവലോകനം സിനിമ അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ എന്നൊക്കെ പറയുമ്പോൾ ഈ അഖിൽമാരാരെ വെച്ച് മാർക്കറ്റ് ചെയ്ത് അഖിൽമാരാർക്കെതിരെ പറഞ്ഞ് ഒരു എന്തെങ്കിലും തരത്തിൽ ഗുണമുണ്ടാക്കാൻ കഴിയുമോ എന്ന് തിരയുകയാണ് എന്നതിനപ്പുറത്തേക്ക് അഖിൽമാരാരെ ഏതെങ്കിലും തരത്തിൽ ക്രൂശിക്കാൻ ഈ വിഷയത്തിൽ കഴിയുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഏതായാലും അഖിൽമാരാരോടൊപ്പം തന്നെയാണ് ഈ വിഷയത്തിൽ ഭാരത് ലൈവ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.